ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് പിന്നാലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് സംഘം സമീപിച്ചത്. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് ജെറി അമൽദേവ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്. ആദ്യം ഒരു ഫോൺ കോൾ വരുന്നു ഉച്ച കഴിഞ്ഞ് 2-2:30 പറയുന്നു, ഞാൻ CBIയിലെ ഇൻസ്പെക്ടർ വിനോയ് ചൗധരിയാണ്. മിസ്റ്റർ നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവേസിൻ്റെ ഉടമ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം മണി ലോണ്ടറിങ്ങിൽ ഇൻവോൾവ് ആണ്, കോടികളുടെ തിരിമറി നടത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് താങ്കളുടെ പേര് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2.5 കോടി രൂപ എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇതാരോടും പറയാൻ പാടില്ല. ഇന്ത്യൻ സീക്രട്ട് ആക്ട് പ്രകാരം നിങ്ങൾ ഇതാരോടും പറയരുത്. ഞങ്ങൾക്ക് ഈ കള്ളനെ പിടികൂടണം, അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക്. അങ്ങനെ എന്നെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇതാരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ശമ്പളം കാണിച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒത്തൻറ്റിക് ലുക്കുണ്ട്. പിന്നെ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഡോക്യുമെൻ്റൊക്കെ അയച്ചു തന്നു. പിന്നെ ഇന്ത്യ സീക്രട്ട് ആക്ടിൻ്റെ ഒരു ഡോക്യുമെൻ്റൊക്കെ എന്നെ കാണിച്ചു. ഇതൊക്കെ പുറത്ത് ആരോടും പറയാൻ പാടില്ല. ഈ കാര്യം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളിത് ആരോടും മിണ്ടരുത്. ദിവസേന ഇത്തരം തട്ടിപ്പിന് ആളുകൾ ഇരയാകുന്നുണ്ടെന്ന് ഫെഡറൽ ബാങ്ക് മാനേജർ സജീന മോൾ പറഞ്ഞു. സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാർ ഓൾറെഡി എന്നോട് പേപ്പറും പേനയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പേർപ്പസിനാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത് ഹോം റിലേറ്റഡ് ആണ്, വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഒട്ടും വോളിയം പുറത്ത് വരാതെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഇറ്റ് ബി ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് മൈ മണി, യു ഹാവ് ടു ട്രാൻസ്ഫർ ദാറ്റ് ഫണ്ട്, അത്രയും പറയുന്നുള്ളൂ. എന്നാലും ഞാൻ മനസ്സോടെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ RTGS ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്കും സ്ലിപ്പും എല്ലാം വാങ്ങിച്ചു. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി സ്റ്റേറ്റ് ബാങ്കിൻ്റെ വേറൊരു അക്കൗണ്ടിലേക്ക്. ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആണ് അക്കൗണ്ട്. ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ, ബ്രാഞ്ചിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഇതാണ്. ഒരു ജനതാ സേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, സോ സോറി എന്ന് പറഞ്ഞാലും സാറ്, പക്ഷേ ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു സാർ ഇച്ചിരി ഒരു പാനിക്കായതുകൊണ്ടാണോ എന്നറിയാൻ റേസ് ചെയ്തു. എൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല സാറേ, ആരുടെ പൈസയാണെങ്കിലും ഹാർഡ് ഏൺഡ് മണിയാണത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ തട്ടിപ്പ് സംഘം വ്യാപകമായി ഇത്തരം പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇവരിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഇവരിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട പണിയാണ്. മാർ കൂറിലോസിൻ്റെയൊക്കെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടാണ്. പരമാവധി തട്ടിപ്പിന് വിധേയരാകാതിരിക്കാൻ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴിയായി ഉള്ളത്. ജെറി അമൽദേവിനെ ഈ തട്ടിപ്പ് സംഘം പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തുന്നത്, CBI മുൻപ് രജിസ്റ്റർ ചെയ്ത ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ അന്വേഷണത്തിനിടയിൽ ജെറി അമൽദേവിൻ്റെ അക്കൗണ്ട് തങ്ങൾക്ക് ലഭ്യമായിരുന്നു. ആ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ച ഏകദേശം 2 കോടി രൂപയോളം ജെറി അമൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തി. ഇതിൻ്റെ ഉറവിടം ഉൾപ്പെടെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു CBI ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നത്. ഒരാഴ്ച നിരന്തരം അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. ഒരു വനിതയും ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ എന്നാണ് മനസ്സിലാകുന്നത്. അവരും മേലുദ്യോഗസ്ഥ ചമഞ്ഞാണ് അദ്ദേഹത്തെ ഫോൺ വിളിച്ചത്. ഏറ്റവും ഒടുവിൽ 1,70,000 രൂപ തന്നാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് അദ്ദേഹത്തോട് ഈ തട്ടിപ്പ് സംഘം പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ ഒരാഴ്ച ഇക്കാര്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. കാരണം ഇത് പുറത്തു പറഞ്ഞാൽ വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാകും, താങ്കൾക്ക് മോശമായ രീതിയിൽ താങ്കളെ ചിത്രീകരിക്കപ്പെടുമെന്നെല്ലാം പറഞ്ഞവർ നിരന്തരം പേടിപ്പിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ പണം നൽകാൻ തീരുമാനിച്ച് ചാത്തിയാത്തുള്ള ഫെഡറൽ ബാങ്കിലേക്ക് എത്തുകയാണ്. അപ്പോഴും ഇവർ അദ്ദേഹത്തെ വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നുണ്ട്. ബാങ്ക് മാനേജറുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരും വീഡിയോ കോളിലുണ്ട്. അദ്ദേഹം ബാങ്ക് മാനേജറോട് തൻ്റെ പണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ബാങ്ക് മാനേജറും അതോടൊപ്പം തന്നെ പോലീസും നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ബാങ്ക് മാനേജർ പോലീസിനെ കൂടി വിളിച്ചു വരുത്തിയാണ്
അദ്ദേഹത്തെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഇതങ്ങനെയല്ല, ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഈ പണം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചത്. ഈ ബാങ്ക് മാനേജറുടെയും പോലീസിൻ്റെയും ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പ് സംഘത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുവായ കേസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ ബാങ്ക് മാനേജറോട് തന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പ്രതിദിനം ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരയായി ബാങ്കുകളിലേക്കൊക്കെ എത്തുന്നത്. പലതവണ ആളുകളോട് പറഞ്ഞെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. ഉള്ളിൽ വലിയ ഭയം, അത്തരത്തിലുള്ള സമ്മർദ്ദം ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടാകുന്നുണ്ട്. അത് പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർ പൈസ നൽകുകയാണ്. ലക്ഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ സെൻട്രൽ പോലീസൊക്കെ അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പോലീസിൻ്റെയും ആ ബാങ്ക് മാനേജറുടെയും കൃത്യമായ ഇടപെടലാണ് ഈ പണം നഷ്ടമാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ സമീപിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കുക. സാധാരണഗതിയിൽ ഒരു അന്വേഷണ ഏജൻസിയും വീഡിയോ കോൺഫറൻസ് വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപായം വഴിയോ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സമ്പ്രദായം ഇന്ത്യയിലേ ഇല്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഭീഷണി കോളുകളൊക്കെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കളെയൊക്കെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം സന്ദേശങ്ങൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും വരുന്നത്. അനുജ, അതെ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പണം തട്ടാനുള്ള ശ്രമം. CBIയുടെ പേരിലാണ് പണം തട്ടുന്നത്. ഇത് പ്രധാനമായും ഈ സംഘം ലക്ഷ്യം വയ്ക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം സംഘങ്ങൾക്ക് കീഴ്പ്പെടരുത്. ഇങ്ങനെ ഭീഷണി സന്ദേശം ലഭിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അതല്ലെങ്കിൽ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുക, ബന്ധുക്കളെ അറിയിക്കുക. ഏതായാലും ഈ തരത്തിലേക്ക് പണം കൈമാറ്റം ഒരു കാരണവശാലും നടത്തരുത് എന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ബംഗളൂരുവിലും തട്ടിപ്പ് എന്ന വാർത്ത വരുന്നു. പോലീസ് സ്റ്റേഷന്റെ സെറ്റിട്ട് വീഡിയോ കോളിലൂടെ IT ജീവനക്കാരനായ തൃശൂർ സ്വദേശി ലിൻഡോ ജോസഫിനെ കബളിപ്പിക്കാനാണ് ശ്രമം നടന്നത്. മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് അറിയിച്ചു എന്നായിരുന്നു തട്ടിപ്പ്. तो 4 दिन पहले तुमसे बात हुई थी? हाँ सर। तुम्हें क्या बोला गया था? मतलब मैं कुछ नहीं बोला था, आपने कॉल करके मेरे को बोला था वो मेरा नाम पे कुछ अकाउंट कॉल किया, उधर पैसा का कुछ गड़बड़ किया, वैसे बोल रहा था। हाँ, मेरा तरफ एक कंप्लेंट है, वैसे बोला था। तो तुमने कॉल कट कर दी थी? हाँ, मैं तो डर के थोड़ा कॉल कट कर दिया था। मैं बोल रहा हूँ तुम अबे फिर नियर पुलिस स्टेशन गए थे? नहीं, आपने कुछ नहीं बोला था, इसलिए मैं किधर भी नहीं गया। अभी आपको कंफर्मेशन के लिए, मतलब उसका वो क्या हुआ, वो अपडेट क्या वो पूछने के लिए मैं आपको कॉल किया था। हाँ ठीक है, मैं मेरे पास एक और केस है, ठीक है, मैं ऑफिसर को दे रहा हूँ और तुमसे बात करता है। ठीक है सर। हाँ, അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ ഈ വീഡിയോ കോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സംശയവും തോന്നില്ല. അത്തരത്തിലേക്ക് പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഒരാളിരുന്ന് ആധികാരികമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലേക്കുള്ള തട്ടിപ്പ് അവിടെയും വ്യാപകമാണ് എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അനുജ, നിലവിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന് സമാനമായിട്ടുള്ള സംഭവമാണ് ബംഗളൂരുവിലും ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെ IT ജീവനക്കാരനായിട്ടുള്ള തൃശൂർ സ്വദേശി ലിൻഡോ ജോസഫിന് മുംബൈയിൽ നിന്ന് ഇത്തരത്തിലൊരു കോൾ വരുന്നത്. ആദ്യം ഒരു ഓഡിയോ കോളായിരുന്നു. ഓഡിയോ കോളിൽ പറഞ്ഞത് സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താങ്കൾക്കെതിരെ, അതായത് താങ്കളുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് രേഖകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മുംബൈയിൽ ഒരു പ്രതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കോൾ ചെയ്യുന്നത്. അതിൽ താങ്കൾക്കെതിരെയും താങ്കളുടെ രേഖയായതിനാൽ താങ്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ, രേഖകൾ ഉൾപ്പെടെ ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ്, ഇവർ ഓൺലൈൻ കസ്റ്റഡിയിലാണ് 3 മണിക്കൂറോളം. ഇവിടെ IT ജീവനക്കാരാണ്, ജോലി ചെയ്യുന്ന സമയത്ത് എവിടെയും മാറാൻ പാടില്ല, നിങ്ങൾ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നവരെ കസ്റ്റഡിയിൽ തുടരണമെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ബട്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, അതായത് പോലീസ് സ്റ്റേഷൻ്റെ സെറ്റിട്ടിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അവിടെ മറ്റെല്ലാ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് ഉണ്ടാവേണ്ട സംവിധാനങ്ങൾ അതെല്ലാം ഒരു സെറ്റിട്ട് രീതിയിൽ അവർ ചിത്രീകരിക്കുന്നു. അങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. വീഡിയോ കോൾ ചെയ്തതിന് ശേഷം കസ്റ്റഡിയിലാണെന്ന് പറയുന്നു. പിന്നീട് തുടർച്ചയായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിനുശേഷമാണ് ഭീഷണി ഉണ്ടാവുന്നത്. ഈ കേസ് തീർക്കണമെങ്കിൽ പൈസ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ലിൻഡോ ജോസഫിന്റെ ചില സുഹൃത്തുക്കൾ, ഇത്തരം സാങ്കേതികമായ ചില അറിവുകളുള്ള സുഹൃത്തുക്കൾ ഇത് വിവരം കൈമാറുന്നു. അങ്ങനെയാണ് തട്ടിപ്പിനിരയായ തലനാരിക്കാണ് ലിൻഡോ ജോസഫിന് രക്ഷപ്പെട്ടത്. എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണ്, വലിയ റാക്കറ്റുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിനെ കൃത്യമായി വിവരം അറിയിക്കുക, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം. അനുജ,
അതാണ് CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞുള്ള തട്ടിപ്പ് ബംഗളൂരുവിലും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.